പോലീസ് അതിക്രമത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി. പുറത്തു വന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ. വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു. പോലീസിന്റെ ഭാഗത്ത് നിന്ന് തെറ്റായ ഒന്നും ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി. മുന്നണി യോഗത്തിലാണ് വിശദീകരണം. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് ചേർന്നു. ശ്രീജിത്ത്, വിരലെണ്ണാവുന്നതിലധികം പോലീസ് അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ദിവസങ്ങളാണ് കടന്നുപോയത്. അപ്പോഴും ഒറ്റപ്പെട്ട സംഭവം നിസ്സാരവൽക്കരിക്കുകയാണ് മുഖ്യമന്ത്രി. സുഹൈൽ, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാണ് ഇപ്പോൾ പോലീസിനെതിരെ ഉയർന്നു വരുന്നത് എന്നാണ് മുഖ്യമന്ത്രി LDF യോഗത്തിൽ നൽകിയ വിശദീകരണത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണെങ്കിലും അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുള്ള ശക്തമായ നടപടി സർക്കാർ സ്വീകരിച്ചു. എന്നാൽ പല സംഭവങ്ങളെയും പർവ്വതീകരിച്ച് കാണിക്കാനുള്ള ശ്രമമുണ്ട്. തെരഞ്ഞെടുപ്പും മറ്റും മുന്നിൽ കണ്ടുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം. എന്നാൽ പോലീസ് മർദ്ദനം, ലോക്കപ്പിലെ പോലീസ് മർദ്ദനം ഒരിക്കലും LDFന്റെ നയമല്ല. സർക്കാർ നയത്തിന് വിരുദ്ധമായി പെരുമാറുന്നവരെക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും. ആ കാര്യത്തിൽ നിന്ന് ഒരിക്കലും സർക്കാർ പിന്നോട്ട് പോകില്ല. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടാകാതിരിക്കാനുള്ള എല്ലാ ഇടപെടലുകളും നടത്തുമെന്നാണ് മുഖ്യമന്ത്രി LDF യോഗത്തിൽ പറഞ്ഞത്. മുഖ്യമന്ത്രി തന്നെ സ്വമേധയാ ഇക്കാര്യം വിശദീകരിക്കുകയായിരുന്നു. നേരത്തെ നടന്ന LDFന്റെ പാർലമെന്ററി പാർട്ടിയിലും പോലീസുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം മുഖ്യമന്ത്രി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് LDF യോഗത്തിൽ മുഖ്യമന്ത്രി പോലീസ് അതിക്രമത്തെ പറ്റിയുള്ള തന്റെ നിലപാട് വ്യക്തമാക്കിയത്. നാളെ നിയമസഭയിലും മറ്റും ഈ വിഷയം ഉയർന്നു വരാനിരിക്കെയാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു പ്രതികരണം നടത്തിയത്. CPIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ പോലീസ് അതിക്രമത്തെ പറ്റി വിമർശനം ഉണ്ടായെന്ന കാര്യം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം LDF യോഗത്തെ അറിയിച്ചു. പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടായ വിമർശനങ്ങൾ മുന്നണിയെ ഔപചാരികമായി അറിയിക്കുന്നുവെന്നാണ് ബിനോയ് LDF യോഗത്തിൽ നടത്തിയ പ്രതികരണം. വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൊണ്ടുവരുന്ന നിയമ ഭേദഗതി അത് നിയമപരമായ നിലനിൽപ്പുണ്ടോ എന്ന സംശയം ജനതാദൾ എത്തും പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് അതിക്രമങ്ങൾ വരും ദിവസങ്ങൾ നിയമസഭാ സമ്മേളനത്തിലടക്കം ചർച്ചയാകാനിരിക്കെയാണ് വിഷയത്തിൽ ആദ്യമായി മുഖ്യമന്ത്രി മൗനം വെടിഞ്ഞ് പ്രതികരിച്ചത്. എന്തായാലും നിസ്സാരവൽക്കരിക്കുന്ന പ്രതികരണമാണ് മുഖ്യമന്ത്രി നടത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.